ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെ ജലാകണ്ണ മക്കളാണേ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പാവപ്പെട്ട ആൾക്കാരെ ഒരു മുരിങ്ങൻ്റെ ഇല കൊണ്ടുള്ള ഒരു കറിയാണ്. മുരിങ്ങൻ്റെ ഇലയും പരിപ്പ് ഇട്ടിട്ട്. അപ്പോൾ എങ്ങനെയായാലും നോക്കാം. നമ്മളതിന് ആദ്യം മുരിങ്ങൻ്റെ ഇല ഒന്ന് റെഡിയാക്കുക. ഇത് നാട്ടിലാകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ചെയ്തിന്, ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ ഇവിടെ ആകുമ്പോൾ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങൻ്റെ ഇല ഒന്ന് ഉരിക്കണം. നമ്മളവിടെ മുരിങ്ങൻ്റെ ഇല ഉരുക എന്ന് പറയും. അപ്പോൾ ആ പരിപാടിയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുരിങ്ങൻ്റെ ഇലയും പരിപ്പും കൂടിയാണ് നമ്മൾ കറി വെക്കണത്. അപ്പോൾ നമ്മൾ പരിപ്പ് വെച്ചിട്ടുണ്ട് ചെമ്പിൽ. ഒരു ചെറിയൊരു ഉള്ളിയും അതിൻ്റെ പച്ചമുളകും ഇട്ടിട്ട് ഇനി പരിപ്പ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് മുരിങ്ങൻ്റെ ഇല ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇല നല്ല ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. എന്താ പറഞ്ഞാലേ നമ്മൾ കുക്കിന് കൊണ്ടുവരുന്നതല്ലേ, എന്തൊക്കെ ഉണ്ടാവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വയ്ക്കാം ഈ തിളക്കില്ലാതില്ല. അപ്പം നമ്മൾ ഇട്ടില്ല മുരിങ്ങൻ്റെ ഇല ഇടുക കേട്ടോ. ഈ കറീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ആഡംബരമില്ലാത്ത കറിയാണ്, പാവപ്പെട്ടവരുടെ കറിയാണ്. പക്ഷെ ശരീരത്തിന് ബോഡിക്കും വയറിനൊക്കെ നല്ല സാധനമാണ് മുരിങ്ങൻ്റെ ഇല. ഒന്നുണ്ടാക്കി ടെസ്റ്റ് ചെയ്തിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മൾ ചോറ് ഇടണത് കുക്കറിലാട്ടോ. നല്ല വേവുള്ള അരിയാണ്. ഒരു 5 അടി അടിച്ചാണ് ഓഫാക്കിയിടും. ഞങ്ങൾ മിഞ്ഞാന്ന് അങ്ങനെ ചെയ്ത് നൂർജാന്. പിന്നെ നമ്മളെ മുരിങ്ങാക്കറിയാണിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് കൂടി ചെറിയ തീയിൽ തളച്ചാണ്ടല്ലോ ചോറ് മിക്കവാറും ചോറ് തയ്യില്ല. അതിനനുസരിച്ച് അരി കൂട്ടിയിട്ടിക്കണം. എന്നാലും നോക്കാം. ഒരു ജാപ്പാൻകാരുണ്ട് നമ്മളിപ്പോൾ, പെരുമ്പെടുത്തക്കാരനാ. ഓക്കെ, നമ്മളെ മുരിങ്ങൻ്റെ ഇലൻ്റെ കറി വറവിടാനുള്ള പരിപാടിയാണ്. കടല മുളിച്ചു കൊടുത്തതിന് ഇതിൻ്റെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒരു 3 പീസ് വറ്റൽമുളകും കൂടി. ഓക്കെ, നന്നായി കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ നമ്മളെ കറി വടവിൽ കഴിഞ്ഞു. കറിവേപ്പില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഇടണമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ നോക്കിയാൽ ചോറും മുരിങ്ങൻ്റെ ഇലയും പരിപ്പുള്ള കറിയും കൂടി. ഓ മാഷാ അല്ലാഹ്, ചോറ് തയ്യേക്കൂല്ലേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടൊന്ന് ചെയ്യ്. അതേമാതിരി ലൈക്ക്, ഷെയർ, കമൻറ്റ് പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.